ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു കുറച്ച് സമയം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. കാര്യം ലഞ്ചും കുറച്ച് ഒരു പായസ പ്രിപ്പറേഷനും അത്രയും മാത്രമേ ഉള്ളൂ ഈ വ്ളോഗിൽ. ഇന്നലെ മുഴുവൻ മഴയായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി വെയിൽ കണ്ടിട്ട് രാവിലെ തന്നെ തുണികളെല്ലാം അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചോറ് വയ്ക്കാനായിട്ട് അരിയെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പത്തിട്ടിട്ട് ഇന്നലെ തന്നെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും എടുത്ത് വെള്ളത്തിലിട്ട് ചിക്കൻ വയ്ക്കാനുള്ള പരിപാടികൾ സാധനങ്ങളെല്ലാം റെഡിയാക്കാനുള്ള പ്ലാനാണ് അടുത്തത്. ഞങ്ങളുടെ വീട്ടിലായിരുന്ന സമയത്ത് പണ്ട് മുതലേ എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും ചിക്കൻ വാങ്ങിക്കുന്നത്. ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോകാണ്ട് വീട്ടിൽ നിൽക്കുന്ന ആ ദിവസമല്ല, അപ്പം ഞായറാഴ്ചകളിലായിരിക്കും കൂടുതലും ചിക്കൻ വാങ്ങിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെയാണ്. ഞായറാഴ്ചകളിൽ, അതായത് എല്ലാ ഞായറാഴ്ചയൊന്നുമില്ല, വല്ലപ്പോഴും ഒരിക്കൽ ചിക്കൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ചിലപ്പോൾ തലേ ദിവസമേ വാങ്ങിച്ച് വച്ചേക്കും, അല്ലെങ്കിൽ അന്ന് തന്നെ രാവിലെ പോയി മേടിച്ചുകൊണ്ട് വരും. ഇന്ന് പിന്നെ തലേ ദിവസമേ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് എനിക്ക് രാവിലെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ശിവയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈയും കാലുകളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നത്. എനിക്ക് ഈ കട്ടിംഗ് ബോർഡിനേക്കാളും എളുപ്പം നമ്മുടെ വിരലുറ ഇട്ടിട്ട് അങ്ങനെ കൈ കൊണ്ട് അരിയുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശീലിക്കാത്തത് കൊണ്ടായിരിക്കും. ശീലിച്ചവർക്ക് ഇത് നല്ല ഈസിയാണ്. കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പയറ്റി നോക്കിയിട്ട് പിന്നെ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ മുഴുവൻ അരിഞ്ഞിട്ടത്. അല്ലാണ്ട് എനിക്ക് ഇത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി. പ്രോസസ്സ് ഭയങ്കര പതിയെ നടക്കത്തുള്ളൂ. അതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുന്നതാണല്ലോ. എത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ അമ്മ വയ്ക്കുന്നത് പോലെ വെച്ചാൽ അമ്മ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് ഒരിക്കലും എൻ്റെ കറികളിൽ വന്നിട്ടില്ല. ചിക്കൻ ഇവിടെ എപ്പോഴും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടാണ് കഴുകി വയ്ക്കുന്നത്, ആ കളറ് വരുന്നത്. പിന്നെ വിനാഗിരി ഒഴിച്ചും കഴുകുന്നവരുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ കഴുകാറുണ്ട്. എങ്കിലും നല്ലപോലെ അതിൻ്റെ ചോരയൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും, മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഉപയോഗിച്ച്. പിന്നെ അതിനുശേഷം ഞാൻ കുക്കർ ചിക്കനാണ് വയ്ക്കാനും തുടങ്ങിയത് കേട്ടോ. ഇന്നിവിടെ ഞങ്ങളുടെ 3 വീട്ടിലും ചിക്കൻ വെച്ചിട്ടുണ്ട്. പക്ഷേ 3 വീട്ടിലെ ചിക്കനും 3 ടേസ്റ്റാണ്. അത് നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ. എപ്പോൾ വെച്ചാലും എങ്ങനെ ഒരേ സാധനങ്ങൾ ഇട്ടിരുന്നാലും ഓരോ വീട്ടിലെയും വയ്ക്കുന്ന കറികൾക്ക് പല രുചികളാണ്. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്, മുട്ട ചിക്കിയത്, ഇതൊക്കെയായിരുന്നു എൻ്റെ ചോറ്റുപാത്രത്തിലെ സ്ഥിരം വിഭവങ്ങൾ. ഞാൻ കൂടുതലായിട്ടും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത് മുട്ട ചിക്കി പൊരിച്ചതും ഈ മെഴുക്ക് പുരട്ടിയായിരുന്നു, വെണ്ടയ്ക്ക. പക്ഷേ എൻ്റെ മക്കൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തൊട്ട് പോലും നോക്കത്തില്ല. 2 പേർക്കും ഇഷ്ടമല്ല. വർമ്മസല്ലി പായസത്തിൻ്റെ ഒരു കൂട്ട് കടയിൽ നിന്ന് സാധനം മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പായസം പോലെ ഞാൻ റെഡിയാക്കി വെച്ച് ഉച്ചയ്ക്ക് തന്നെ കഴിക്കാമല്ലോ. രാത്രി ആയാൽ പിന്നെ ഇവിടെ ആരും ഇതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ കഴിക്കാമല്ലോ എന്ന് കരുതി ഞാനങ്ങനെ ചെയ്തു വെച്ചു. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. റെഡിമെയ്ഡ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഉച്ചയൂണിന് ഇന്നലത്തെ അവിയലും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അവിയലുമായിട്ട് ഞങ്ങൾ ഉച്ചയൂണെല്ലാം കഴിച്ചിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നിന്ന് കഴുകി റെഡിയാക്കി വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചാൽ എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. ഇനി കുറേ തുണികൾ കഴുകിയിട്ടതുണ്ട്, അതെല്ലാം മടക്കി വെക്കണം. ഒരുപാട് പണികൾ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ രീതിയിലുള്ള ലഞ്ച്. എപ്പോഴും ഞായറാഴ്ച ഹെവി ആയിട്ടുള്ള ലഞ്ച് ഇവിടെ കാണില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിക്കും. കാരണം ബാക്കി ക്ലീനിങ് എല്ലാം ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ലഞ്ചിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സമയം, അതായത് കുറച്ചെടുക്കാൻ വേണ്ടി മാക്സിമം എന്തെങ്കിലും തട്ടിക്കൂട്ടി കറികളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചിക്കൻ ആകുമ്പോൾ ഒരു 1-2 ഫിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ അത് സെറ്റായിട്ട് മാറുമല്ലോ. ഇന്ന് കുറച്ച് ആവശ്യങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് കരുതിയതാണ്, പക്ഷെ അതും നടന്നില്ല. ഇങ്ങനെ ക്ലീനിങ്ങും അതും തുണി കഴുകലും അങ്ങനെയുള്ളതായിട്ട് നടന്നതുകൊണ്ട് ഒരു കാര്യങ്ങളും നടന്നില്ല. പിന്നെ കുറച്ച് നേരം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും വൈകുന്നേരമായി. പിന്നെ വീണ്ടും ചായ ഇടണം, വൈകുന്നേരത്തെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി റെഡിയാക്കി വെക്കുമ്പോഴത്തേനും സമയം ഒരുപാടാവും. പിന്നെ രാത്രി ഉറങ്ങും, പിറ്റേ ദിവസം രാവിലെ പോകും. ഇതാണിപ്പോൾ ഞായറാഴ്ചത്തെ പതിവ്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിനിടയിൽ വേണം ഇനി ശിവയ്ക്ക് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് എഴുതിക്കണം, പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം, കുഞ്ഞാറ്റ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഈ അവധി ദിവസങ്ങളിലാണ് കൂടുതൽ. റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്ന ദിവസമാണ് ഈ കിട്ടുന്ന ഞായറാഴ്ച. പക്ഷേ റെസ്റ്റ് ഇല്ലാത്തൊരു ദിവസമാണ് ഞായറാഴ്ച. അതെല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
എന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ നാൾ മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് കേക്കിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, കൊറോണ കഴിഞ്ഞ സമയത്ത് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം നീ ഇടൂ, അപ്പോൾ നിനക്ക് എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് കണ്ടൻറ് ഉണ്ടല്ലോ, നിനക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ്, ഇതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എപ്പോഴോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ടുണ്ട്, പക്ഷേ അത് ചാനലിൽ എന്താണ് ഇടേണ്ടതെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു 2-3 മാസം മുന്നേ എനിക്ക് തോന്നി യൂട്യൂബ് ചാനൽ കൊണ്ടുപോയാലോ എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, ഇങ്ങനെ ഇപ്പോൾ 2-3 മാസമായിട്ടും കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലും ഇപ്പോഴും അറിയില്ല, പക്ഷേ എനിക്ക് ഇടാൻ എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോകൾ ഇടുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇനി എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് നൽകുന്നത്. എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒന്നും, അതായത് ഇതിന് വേണ്ടി, യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു കാര്യങ്ങളും ഫ്രെയിം ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ മാത്രം വീഡിയോ ആക്കി കാണിക്കുന്നു എന്നുള്ളത്. അത് എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാവുന്ന രീതി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് വരുന്നു എന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്കറിയില്ല. പിന്നെയും ഞാൻ ചിന്തിക്കും, ഞാൻ ഒന്നും അറിയാത്തിടത്തുനിന്ന് ഇത്രയും എനിക്ക് എത്താൻ പറ്റിയല്ലോ, കുറച്ചായിരുന്നാൽ പോലും കുറച്ച് പേരുടെ ഇടയിലെങ്കിലും എനിക്ക് എത്തപ്പെടാൻ പറ്റിയല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേനും എനിക്ക് എന്നിൽ അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തും. താങ്ക് യു.